നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനറി ഓപ്പറേഷൻ. ഫസ്റ്റ് നമ്മൾ എന്താണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പഠിച്ചായിരുന്നു. ആ ബൈനറി ഓപ്പറേഷന് ഒരു 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സും. ഈ 4 പ്രോപ്പർട്ടീസ് എന്താണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണ് ഫസ്റ്റത്തെ. സ്റ്റാർ എന്ന് പറഞ്ഞൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ എന്ന് പറഞ്ഞ സെറ്റിലാണ്. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. ഈ എയും ബിയും ഫോർ എവറി എ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ ഏതൊരു 2 എലമെൻറ്റ്സ് എടുത്താലും എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. അപ്പോൾ ഈ സ്റ്റാറിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. അതായത് ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. ഇനി അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് ഡെഫിനേഷനിൽ നമുക്ക് 3 എലമെൻറ്റ്സ് എയിലത്തെ വേണം. ഫോർ എവരി എ ബി സി ബിലോങ്സ് ടു എ എടുക്കുകയാണെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരിക്കണം. അതാണ് അസോസിയേറ്റീവിൻ്റെ ഡെഫിനേഷൻ. ഇനി ഐഡൻറ്റിറ്റി. There exists E belongs to A such that A star is equal to E star A is equal to A for every A belongs to A. അതായത് ഒരു ഇ എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ് ക്യാപിറ്റൽ എയിൽ ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് എ സ്റ്റാർ ഇ ചെയ്യുമ്പോഴും ഇ സ്റ്റാർ എ ചെയ്യുമ്പോഴും എ ആയിരിക്കും. എ എന്ന് പറയുന്നതും ക്യാപിറ്റൽ എയിലത്തുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ എ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ കിട്ടുകയാണെങ്കിൽ ഈ ഇ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ ആണ്. ഇയും എ ഒക്കെ ക്യാപിറ്റൽ എയിലത്തെ എലമെൻ്റ് ആണ്. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണ്. ഫോർ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ദർ എക്സിസ്റ്റ് ബി ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ഇ. ബി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എ ആയിരിക്കും. അതായത് ഏതൊരു എ എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബി എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റും എയിലുണ്ടായിരിക്കും. സച്ച് ദാറ്റ് എ സ്റ്റാർ ബി എന്ന് പറയുന്നതും ഈക്വൽ ടു ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ഇ ആണ്. ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അപ്പോൾ ആ 2 എലമെൻറ്റ്സിൻ്റെ നമ്മൾ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഐഡൻറ്റിറ്റി ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടുമ്പോൾ ആ ബി എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? എയുടെ ഇൻവേഴ്സ് എന്ന് പറയുക. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഇ ആണെങ്കിൽ ബി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആയിരിക്കും. ഇനി ഐഡൻറ്റിറ്റി നോക്കിയപ്പോഴും ഇൻവേഴ്സ് നോക്കിയപ്പോഴും എ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ എന്ന് വേണം. അതുപോലെ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് പറഞ്ഞു. ഇവിടെ എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ തന്നെ ആയിരിക്കണം. അതുപോലെ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. അപ്പോൾ ഐഡൻറ്റിറ്റീവ് ഇൻവേഴ്സ് ആവണമെങ്കിൽ ഫസ്റ്റ് അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. അപ്പോൾ ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആകുമ്പോൾ നമ്മൾ ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ 4 പ്രോപ്പർട്ടീസ്. ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. Example 34. Show that addition from R cross R to R and multiplication from R cross R to R are commutative binary operations, but subtraction from R cross R to R and division from R star cross R star to R star are not commutative. R star എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ 2 ഓപ്പറേഷൻസ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷനും പ്രൂവ് ചെയ്യണം. ഇനി സബ്ട്രാക്ഷനും ഡിവിഷനും എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ലെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. ഫോർ എവരി എ ബി ബിലോങ്സ് ടു എ. അതായത് സ്റ്റാർ എന്ന് പറഞ്ഞ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന സെറ്റ്. ഇവിടെ ഫോർ എവരി എ ബി ബിലോങ്സ് ടു എന്തായിരിക്കും? ആറാണ് വരുന്നത്. ഇനി അഡീഷൻ എടുക്കുകയാണ്. അഡീഷൻ വരുമ്പോൾ 2 എലമെൻറ്റ്സ് എയും ബി എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആയിട്ട് എടുത്തു? എ ബി ബിലോങ്സ് ടു ആറത്തെ എലമെൻ്റ് എടുത്തു. അപ്പോൾ ഈ അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ആയിരിക്കണമല്ലോ. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ആയിരിക്കണം. ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ അഡീഷനാണ്. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ തന്നെയാണല്ലോ. 2 നമ്പേഴ്സിന് ഇങ്ങനെ ആഡ് ചെയ്താലും തിരിച്ച് ആഡ് ചെയ്താലും സെയിം തന്നെയാണ്. നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പർ എടുക്കുകയാണ്. 2 - 5 എടുത്തു. അപ്പോൾ 2 + -5 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 - 5 എന്ന് പറയുന്നത് -3 ആണ്. അതുപോലെ -5 + 2 എടുക്കുകയാണെങ്കിലോ -3 തന്നെയല്ലേ വരാം. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് ബി പ്ലസ് എ സെയിം തന്നെയാണ്. അപ്പോൾ എന്ത് പറയാം? അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണ്. കമ്മ്യൂട്ടേറ്റീവിൻ്റെ ഡെഫിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്?
മൾട്ടിപ്ലിക്കേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ആയിരിക്കണം. ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും നമുക്ക് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു എ തന്നെയാണല്ലോ. ഇതും ട്രൂ ആണല്ലോ. അപ്പോൾ നമുക്ക് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാമല്ലോ. സിൻസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ ആണ് ആൻഡ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ആണ് ഫോർ എവറി എ ബി ബിലോങ്സ് ടു ആറിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആർ കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് സബ്ട്രാക്ഷനും ഡിവിഷനും കമ്മ്യൂട്ടേറ്റീവ് അല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി സബ്ട്രാക്ഷൻ എടുക്കുകയാണ്. സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാം. അപ്പോൾ എയും ബിയും എവിടുത്തെ എലമെൻ്റാണ്, ആറിലത്തെ എലമെൻ്റാണ്. അപ്പോൾ സപ്പോസ് 3യും 4ഉം എടുക്കുകയാണ്. 3യും 4ഉം ആറിലത്തെ തന്നെ എലമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആവുന്നുണ്ടെങ്കിൽ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ആയിരിക്കണം. അപ്പോൾ 3 മൈനസ് 4 ഈസ് ഈക്വൽ ടു 4 മൈനസ് 3 ആവണം. എന്നാലാണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബൈനറി കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. 3 മൈനസ് 4 എന്ന് പറയുന്നത് എന്താണ്, -1 ആണ്. 4 മൈനസ് 3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 3 മൈനസ് 4 നോട്ട് ഈക്വൽ ടു 4 മൈനസ് 3 ആണ്. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ആയാലാണ് നമുക്ക് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ രണ്ട് എലമെൻറ്റ്സ് ആറിലത്തെ ഏത് എലമെൻറ്റ്സ് എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ 3യും 4 എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ്സ് എടുത്ത് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ അല്ല. അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി ഡിവിഷനാണ് പറഞ്ഞേക്കുന്നത്. ആർ സ്റ്റാർ ക്രോസ് ആർ സ്റ്റാറിൽ നിന്ന് ആർ സ്റ്റാറിലോട്ടുള്ളതാണ്. ആർ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്, അതായത് 0 ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ നോൺ നെഗറ്റീവ് അല്ല നോൺ സീറോ റിയൽ നമ്പേഴ്സ്, അതായത് 0 ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും വരും. ആർ സ്റ്റാർ എന്ന് പറയുന്നത് നോൺ സീറോ റിയൽ നമ്പേഴ്സാണ്. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ലെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഈ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുക, 3യും 4ഉം തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആവുന്നുണ്ടെങ്കിൽ എ ഡിവിഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഡിവിഷൻ എ ആയിരിക്കണം. അപ്പോൾ 3യും 4ഉം തന്നെ എടുക്കുകയാണ്. അപ്പോൾ 3/4 ഇസ് ഈക്വൽ ടു 4/3 ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം 3/4 വരാണെങ്കിൽ 0. ആണ് വരുന്നത്. 4/3 ആണെങ്കിൽ 1. ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. 3/4 നോട്ട് ഈക്വൽ ടു 4/3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ട് എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയപ്പോൾ സബ്ട്രാക്ഷനും ഡിവിഷനും എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ലെന്ന് കിട്ടി. താങ്ക് യു.